ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ട അങ്ങനെ എന്തിനൊപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ പലഹാരങ്ങൾക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമ. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് അല്പം പട്ട, പെരുംജീരകം, ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്കിങ്ങനെയുള്ള ഈ ജീരകവും എല്ലാം ചേർക്കേണ്ടത്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. വളരെ തിന്നായിട്ട് വെളുത്തുള്ളി, കുഞ്ഞ് പീസ് ഇഞ്ചിയാണ് ഇതിൽ ചേർത്തത്. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും ആവണ്ട. നമുക്കിത് കുറുമ അങ്ങനെ നല്ല വൈറ്റ് കളർ ഇരിക്കേണ്ടതാണ്. ഗോൾഡൻ കളറിലൊന്നും ആവണ്ട. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു 2 സവാള, ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 സവാള എടുത്തത്. അതിനപ്പോൾ ഒരു 3 പച്ചമുളകും കട്ട് ചെയ്തിടാം. ഇത് നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും കുറുമയ്ക്കും സ്റ്റൂവിനൊക്കെ നമുക്കിഷ്ടമുള്ള എന്ത് വെജിറ്റബിൾ വേണോ ചേർക്കാം. ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം, കോളിഫ്ലവർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വയ്ക്കാം. ഇത് 1 മിനിറ്റ് മൂടി വയ്ക്കാം. അടുത്ത വെജിറ്റബിൾ ചേർക്കാം. സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. കുറുമയ്ക്കും സ്റ്റൂവിനും എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് തുടക്കക്കാർക്ക്, കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഹാഫ് കുക്കായിട്ട് നമുക്ക് അടുത്ത വെജിറ്റബിൾ ചേർക്കാം. 2 മിനിറ്റ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഹാഫ് കുക്കായി. നമുക്ക് ബീൻസിന് ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ബീൻസ് ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് 2 മിനിറ്റ് കൂടി വേവിക്കുമ്പോഴത്തേക്കും അതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം.
ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള തിളച്ച വെള്ളം. നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്കാക്കും. നമ്മളെ വെജിറ്റബിളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം മല്ലിയില ചേർക്കാം. എല്ലാ കളറും കൂടി ചേർന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വേവുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാം കൂടെ വെന്ത് വന്നിട്ട് കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 8-10 കാഷ്നട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സിയിൽ അടിച്ച് ഇതിൽ ഈ കൂട്ടിലേക്ക് കൂടെ ചേർക്കാം. കറി നല്ല കുറുകി വരാനും നല്ല ടേസ്റ്റിനും ആണ് ഇങ്ങനെ ചെയ്യുന്നത്. വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. കാഷ്നട്ട് അരച്ച് വെച്ച് ഇതിലേക്ക് ചേർക്കാം. കാഷ്നട്ട് ചേർക്കുമ്പോൾ കറി നല്ല തിക്കാവുകയും ചെയ്യും. നല്ല ഒരു റിച്ച് നല്ലൊരു ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തോട്ട് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ കാഷ്നട്ട് എല്ലാം അരച്ച് ചേർത്ത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യിപ്പും കറി. നമ്മുടെ വെജിറ്റബിൾ കുറുമ ആൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ തേങ്ങ അടിച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നമുക്ക് പിന്നെ തിളയ്ക്കാൻ പാടില്ല, ചെറു തീയിലിട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. മിക്സിയിലെ ജാറിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് ചേർക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. അതിന് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് ഇത് സെർവ് ചെയ്യാം. എല്ലാം കൂടെ എല്ലാം ഒരു 5 മിനിറ്റ് ഇരുന്ന് കറി എല്ലാം കൂടി നല്ല സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇൻഷാ അല്ലാഹ്.